ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർ മോട്ടോ കെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിക്കോണാണ്. ഈ യൂണിക്കോൺ ഒരു കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നല്ല രീതിയിലൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സിലിണ്ടർ കിറ്റ് കാര്യങ്ങളെല്ലാം അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് കാണുന്ന എല്ലാ പാർട്സുകളും നമ്മൾ മാറ്റിക്കൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ സൈലന്റ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റുക എന്നൊരു കാര്യം നോക്കാം. ഇതാണ് നമ്മുടെ യൂണിക്കോൺ. അപ്പോൾ ഈ വണ്ടിയിലാണ് നല്ല രീതിയിലുള്ള സൗണ്ട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചെക്കന്മാരെല്ലാം കൂടെ അതിൻ്റെ ഹെഡ് കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അഴിച്ചെടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പാർട്സുകളാണ് ടൈമിംഗ് ചെയിൻ, വാൽവ് ഗൈഡ് കാര്യങ്ങൾ, ക്യാം ഷാഫ്റ്റ്, റോക്രാം പോലത്തെ പാർട്സുകളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും വിധത്തിലെ കംപ്ലയിൻസുകളോ അതിൻ്റെ പ്ലേയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൂടുതലുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ടാണ് നമ്മൾ അഴിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. നമുക്ക് എഞ്ചിൻ ഓയിൽ അളവ് നല്ല കുറഞ്ഞ് കിടന്ന് ഓടി വന്ന ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് ലൈറ്റായിട്ടൊരു പുകയും വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചിലപ്പോൾ സിലിണ്ടർ കിറ്റ് മാറേണ്ടി വരുമോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്കത് അഴിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ക്യാം ഷാഫ്റ്റിൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം അഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഹെഡ് അഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഹെഡ് അസംബിൾ ചെയ്ത് ഫുൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സിലിണ്ടർ കിറ്റിൻ്റെ അവിടുത്തെ പാക്കിങ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് അഴിച്ച് മാറ്റണം. നമ്മൾ സിലിണ്ടർ ഊരിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിലിണ്ടർ കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ഊരിയെടുത്തതിന് ശേഷം നമ്മൾ കംപ്ലൈൻറ്റ് ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഇതിൻ്റെ സിലിണ്ടർ കിറ്റ്. ഈ സിലിണ്ടർ എന്തായാലും മാറേണ്ടി വരും. ഇതിൻ്റെ എന്താ കംപ്ലൈൻറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ പിസ്റ്റൺ കണ്ടോ, ഇതാണ് നമ്മളെ പിസ്റ്റൺ. ഈ പിസ്റ്റൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ, ഇത് ഓയിൽ കുറഞ്ഞ് ഓടിയതിന് ശേഷം ഈ പിസ്റ്റൻ്റെ ബോഡിയിൽ അത്രയും ഉരഞ്ഞിട്ടുണ്ട്. ബോഡി അത്രയും ഉരഞ്ഞ് റിങ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഈ സിലിണ്ടർ കിറ്റും ഈ പിസ്റ്റനും പുതിയത് മാറേണ്ടി വരും. നമ്മൾ പുതിയ കമ്പനി സാധനമാണ് ഇടാൻ പോണത്. അതുപോലെയാണ് ഈ ഹെഡ്. ഈ ഹെഡ് എന്ന് പറയുമ്പോൾ ആ ഹെഡിന് 2 ഗൈഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 വാൽവും നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇലക്ട് വാൽവ് അതുപോലെ എക്സോസ്റ്റ് വാൽവും കാര്യങ്ങളും അങ്ങനെ 2 വാൽവുകൾ നമ്മൾ തന്നെ ചെയ്ത് ഗൈഡ് അടിച്ചിട്ടുണ്ട്. യൂണിക്കോൺ, CVZ, ഹങ്കൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഹെഡിൻ്റെ ടോപ്പ് ബീഡിങ്, രണ്ടാമത് ഓയിൽ ലീക്ക് വരാതിരിക്കാനാണ് നമ്മൾ ബീഡിങ് എന്തായാലും മാറുന്നത്. അപ്പോൾ സാധാരണ ഗൈഡൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞ വണ്ടിയാണ് യൂണിക്കോൺ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിസ്റ്റൺ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ IN. ഈ IN എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് വരേണ്ട കാർബറേറ്റർ സെറ്റ് ചെയ്യുന്ന ഭാഗത്താണ്. ഇലക്ട് വാൽവ് വരുന്ന ഭാഗത്തായിട്ട് വേണം നമുക്ക് പിസ്റ്റൻ്റെ ഈ ഒരു IN വരാനായിട്ട്. ചിലർ മാറിയ കിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു സൗണ്ട് വണ്ടിയിൽ വരും. അതുപോലെ തന്നെ പിസ്റ്റൺ കിടക്കാതെയൊക്കെ വരും. ലാസ്റ്റ് ചെയ്യില്ല, പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരുന്ന സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ നമ്മൾ പുതിയ സിലിണ്ടർ കിറ്റ് ഇപ്പോൾ പിസ്റ്റൺ നമ്മൾ കണക്ട് റോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പുതിയ സിലിണ്ടർ മാറാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ IN. ഈ IN നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചോണം. ഇതാണ് നമ്മുടെ ടൈമിങ് ശ്രദ്ധിച്ചോളാം. ടൈമിങ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വണ്ടി സിലിണ്ടർ കിറ്റൊക്കെ മാറിയ വണ്ടികളിൽ മിസ്സിങ് രാവിലെയുള്ള സ്റ്റാർട്ടിനുള്ള കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കിങ്ങിൻ്റെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടിനബിൾ കാര്യങ്ങളും മൈലേജ് ഷോട്ട് പുള്ളിയും കുറവെല്ലാം വരാറുണ്ട്. ടൈമിങ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മാർക്കിംഗ് ഉണ്ട്, മാർക്കിങ് ശ്രദ്ധിച്ചോണം. വണ്ടി കംപ്ലീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സൈലൻ്റ് ആയിട്ടാണ് നോക്കാം. വണ്ടി വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല രീതിയിലുള്ള സൈലന്റ് ആയിട്ട് നമുക്ക് ഇത് കണക്കുള്ള വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ.